കൂട്ടുകാരൻ്റെ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കുറച്ച് കശുവണ്ടി. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കുറച്ച് ഞങ്ങൾ ചുടാൻ വേണ്ടി എടുത്തു വെച്ചു. കുറച്ച് ഞാൻ അവിടെ ഷോക്കേസിൽ എടുത്തു വെച്ചിട്ടുണ്ട്, നല്ല രസമുള്ളത്. ഇത് കുഞ്ഞു കശുവണ്ടിയാണ്. അപ്പോൾ ഞാൻ അവനെ കീറി എടുക്കുക. അതിപ്പോൾ കീറിയതാ, കയ്യങ്ങ് മുറിഞ്ഞു. വരുമ്പോൾ ബാൻഡേജ് ചുറ്റിയിരിക്കുക. അപ്പോൾ ഈ കശുവണ്ടി നമ്മൾ നല്ല തീയിൽ വെച്ച് കഴിഞ്ഞാൽ അതേ പച്ച കണ്ടോ? അപ്പോൾ പച്ചയാ തീയിൽ വെക്കാൻ നല്ലത്. പക്ഷെ ചെറുതാന്ന് തോന്നുന്നല്ലേ? ചെറിയ പറഞ്ഞാൽ ചെറുതാണെങ്കിലും നമ്മളെ തീയൽ വെക്കാൻ ഭയങ്കര രുചിയല്ലേ. പണ്ടൊക്കെ നമ്മളിത് ഒരുപാട് കഴിച്ചിട്ടുള്ളതല്ലേ തീയലേ. എനിക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. കയ്യിലൊക്കെ കറയൊക്കെ പറ്റും, കൈ പൊള്ളും. എങ്കിലും ഇവനെ കീറിയെടുത്ത് പിന്നെ അത് കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. നമുക്ക് ചുട്ടെടുക്കണം. ഞാൻ ചുട്ടെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണിക്കാം എല്ലാവരും. കൈ മുറിയല്ലേ? ഒന്ന് കൈ മുറിഞ്ഞു കണ്ടോ? ഒന്നും കൂടെ മുറിയല്ലേ? ഇത് കുറച്ച് കഷ്ടപ്പാടാ ഇത് കീറി എടുക്കുന്നതേ. ഞാനിപ്പോൾ ഇച്ചിരി വെള്ളത്തെ ഇട്ടിരിക്കുകയാണ്. വെള്ളത്തെ ഇട്ടിച്ചിരി കുതിർന്നു. ഇത് ഇവിടെ ഒന്നും കാണാനില്ല. കശുവണ്ടി ഇപ്പം എങ്ങും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇതിപ്പം അത് പ്രിപ്പയർ ചെയ്യേണ്ട രീതി ഒന്നും ഇപ്പം എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. കുറച്ചേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ വറക്കാനല്ലേ. ഉണ്ടോ? അതും കൂടെ നമുക്ക് എടുക്കാം. ഇപ്പം ഇത് കാണാനില്ലെന്നും പറഞ്ഞ് ഷോക്കേസിൽ വരെ എടുത്തു വെച്ചിരിക്കുക. വടക്കോട്ടൊക്കെ ഉണ്ടെന്നേ ഒരുപാട്. ഇവിടെ അല്ലേ ഉള്ളു ഇല്ലാത്തത്. കുട്ട എന്നെ കണ്ടപ്പോൾ ഓടി വരുക. എന്നാ മോനെ ഇറക്കാം, ചുടക്കായി ഇറക്കാം. കൈ ഒന്നൊഴിയട്ടെ കേട്ടോ. രാവിലെ ഇറക്കിയില്ല, അവളെ ഇറക്കാനായിട്ടൊക്കെ പോകുന്നേ ഉള്ളൂ. ഇച്ചിരി താമസിച്ചിന്ന്, വെയിലൊക്കെ ആയി. ഇറക്കാൻ വേണ്ടിയാവും അതൊക്കെ വന്നിരിക്കുന്ന. ഇറക്കാം, ഇപ്പോൾ ഉടനെ ഇറക്കാം. അവളെ ഒന്ന് ഇറക്കണം. ഒന്ന് പറഞ്ഞേ, എല്ലാവരോടും ഒന്ന് സംസാരിക്കേ. ഓക്കെ, സുഖമാ. മേട പൊന്ന. ഓക്കെ. എന്തോടാ ഇവിടെ പരിപാടി? നീ എന്തോടാ മേളിൽ കയറി ഇരിക്കുന്ന രാവിലെ? എന്താ പറ്റി മോനെ? ഫോണ് എന്നാ പറ്റി നോക്കൂട്ടോ. കശുവിൻ്റെ എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഞങ്ങളിത് തീയൽ വെക്കാൻ പോവാം. മണിക്കൂട്ടം വന്ന് മേളി ഇരിപ്പുണ്ട് കണ്ടോ? എടുത്തോ. കണ്ണ് കുറച്ച് ഇതായി മരുന്ന് കഴിച്ചപ്പോ കേട്ടോ. എന്തുവാടാ മണിക്കുട്ടാ? മണിക്കുട്ടം വന്നിരിക്കുന്നുണ്ടോ മേളി? ഇത് ഇതിനു വേണ്ടി ഇടാൻ വേണ്ടി വെച്ച എടുത്ത കൂടാ. പക്ഷെ അത് അതിനകത്ത് കിടക്കുന്നില്ല. ഈ ഇപ്പം കിട്ടിയ കിളിക്ക് എടുത്തുകൊണ്ട് വന്നതാ. അവനിപ്പോൾ അതിൻ്റെ പുറത്താ വന്നിരിക്കും. മടിലോട്ട് വെച്ചും കൊടുക്കും. ഇങ്ങനെ കുട്ടി ആ കണ്ണ് ശരിയായിട്ടുണ്ട് കേട്ടോ. മരുന്ന് ഒഴിച്ചപ്പോഴത്തേക്കിന് കണ്ണിലെ പഴുപ്പൊക്കെ പോയി കണ്ടോ. ഒന്നും കണ്ണി കെട്ടുന്നില്ല. പാവമായത് കേട്ടോ, വെറും പാവമാ. ഒന്നും ചെയ്ത കഷ്ടം കേട്ടോ. എൻ്റെ കാലിൻ്റെ വിരലിൻ്റെ ഒക്കെ നീളം കണ്ടോ, വലിയ ചൂണ്ട പോലുള്ള കാലാണ് കേട്ടോ. എറണ്ടേന്നോ? അങ്ങനെ ഒരെണ്ണമുണ്ട് ഇവിടെ. കുളക്കോഴിയുടെ കൂട്ട് വെള്ളത്തിലൊക്കെ, കുളക്കോഴിയല്ല, കുളക്കോഴിയുടെ കൂട്ട് ജനിച്ചിപ്പെട്ടത് വെള്ളത്തിൽ ഇങ്ങനെ. ഞങ്ങളപ്പോ അവന് കഞ്ഞി കൊടുത്തിട്ട് അവനെ വെള്ളത്തിൽ ഇറക്കാൻ പോവാ. കഞ്ഞിയൊക്കെ കൊടുത്തപ്പം രാവിലെ കഞ്ഞിയൊക്കെ കുറച്ച് കൊടുത്തപ്പോൾ കുറച്ച് ക്ഷീണം മാറിയിട്ടുണ്ട്. ഞാനേ വെളിയിൽ പോകുന്നുണ്ട്. അന്നേരം അവിടുന്ന് നെത്തോലിയോ എല്ലാരും പറഞ്ഞു മീൻ കൊടുക്കാന്. മീൻ മേടിച്ചോണ്ട് വരാം. അല്ലെ പിന്നെ അങ്ങ് ആലപ്പുഴ റോഡിലോട്ട് പോവാങ്കിൽ ആറ്റുമീൻ കിട്ടും. ഇവരൊക്കെ അതായിരിക്കും ആറ്റുമീനൊക്കെ അവര് കഴിക്കുന്നത്. അല്ല ഇവര് പുഴയിലെ ജീവികളല്ലേ. നല്ല ജീവനുള്ള ആറ്റുമീൻ കിട്ടും, കുഞ്ഞത്. അത് ചൂണ്ടക്കാരുടെ അല്ല, അത് വലക്കാരടുത്ത് പോയാലേ കിട്ടും. ഞങ്ങൾ ആറ്റുമീനൊന്നും കഴിക്കാത്തോണ്ടേ ഇവിടെ അങ്ങനെ മേടിയിലുമില്ല. ഞങ്ങൾ രണ്ടുപേരും ആറ്റുമീൻ കഴിക്കത്തില്ല. ആറ്റുമീനും ഇല്ല, പുഴമീനും ഇല്ല. ആറ്റുമീനും പുഴമീനും ഒന്നല്ലേ? അല്ല, 6 പുഴയും 2 അല്ലേ. നമ്മള് ചെറിയ പുഴയിലുള്ളതല്ലേ. ഉണ്ട്, പുഴയിലും ഉണ്ട്. ഇപ്പൊ വരാലും മുഷിയൊക്കെ ആറ്റിലും പുഴയിലും ഉണ്ട്. 2 2. പിന്നെ കായലുമീനുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ ആറ്റുമീനും പുഴമീനും ഒന്നാന്നും പറഞ്ഞിരിക്കുക. അല്ല പുഴമീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ പുഴയിലൊക്കെ ഉള്ളത്.
അത് വെള്ളം കൊടുക്കും, സാധാ വെള്ളം കൊടുക്കും. ഒരു ട്രിപ്പ് കൂടെ കൊടുക്കാം. ചോറൊക്കെ കുറച്ചങ്ങ് ചെല്ലട്ടെ. ക്ഷീണം മാറ്റല്ലേ മോനെ? നമുക്ക് പിന്നിപ്പോൾ ഇതെല്ലാം കൊടുത്ത് പരിചയമായി. ഇതിനെക്കാട്ടിൽ നമ്മൾ മുട്ടയെന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മൾ നമുക്ക് ഇതിനെ ഭക്ഷണം കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ വേറെ കൊടുക്കുന്ന രീതികളൊക്കെ അറിയാം. വെള്ളത്തിലോട്ടിടാം. വെള്ളത്തിൽ നീന്തി കളിക്കുന്നുണ്ടോ? ചൂടല്ലേന്ന് ഇതൊക്കെ വെള്ളത്തിൽ കിടക്കണാണെങ്കിൽ അതല്ലേ അതിന് ഇഷ്ടം. അത് ഒരു വെള്ളത്തിൽ കിടക്കുന്നേ, വെള്ളത്തിൽ കൂടെ ഊളിയിട്ട് പോയല്ലേ മീൻ പിടിക്കുന്നേ. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് ഇവനെ കൊണ്ടങ്ങ് കുട്ടനാട്ടിൽ എവിടെയെങ്കിലും വെള്ളത്തിൽ കൊണ്ടുവിടാം. അത് ശരിയാ. ഇവിടെങ്ങും വിടണ്ട, ഇവിടെങ്ങും വെള്ളം ഇല്ല. അങ്ങനത്തെ കണ്ടോ, തലയുടെ ഷേപ്പും ചുണ്ടിന്റെ ഷേപ്പും എല്ലാം ദൈവം അതല്ലേ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അല്ല ഇവിടെങ്ങും കണ്ടവോ അങ്ങനൊന്നും ഇല്ല. കുട്ടനാട് നമ്മുടെ അടുത്ത് തന്നെയാ. ഇവിടെ അടുത്ത് തന്നെ ആലപ്പുഴ വഴിയില്ല, അവിടെ കൊണ്ടുവിടാം. വെള്ളത്തിൽ കൊണ്ടുവിടാം. ഇത് മണിക്കുട്ടന്റെ കൂടാ. ഇവിടെ എപ്പോഴും ആരേലും കാണും ഇല്ലേ? ഒരാൾ പോയി കഴിയുമ്പോൾ ആരെങ്കിലും ഉണ്ടാവും. അപ്പം മണിക്കുട്ടൻ കയറാറില്ല. അപ്പം അടുത്ത ആളായി. എന്തായാലും വെള്ളം വെച്ച് കൊടുക്കാം. ബേസിന് ബക്കറ്റിനകത്ത് പാടായിരിക്കാൻ. അപ്പം ബേസിന് തന്നെ വെക്കാം. അതിൻ്റെ ഇഷ്ടത്തിന് അത് വെള്ളത്തിൽ ഇറങ്ങുമോ കയറുമോ ഒക്കെ ചെയ്യട്ടെ അല്ലേ? ചുണ്ടങ്ങോട്ടിടല്ലേ, പൂച്ച വന്ന് പിടിക്കുമേ ചുണ്ടല്ലേ. അതവരോ അത് ആവശ്യം പേടിച്ചിട്ടായിരിക്കും. കളറൊക്കെ കണ്ടില്ലേ? അത് കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോകുന്നതിനെ വലിയ സ്ഥലത്ത് കൊണ്ടുവിടാം കേട്ടോ. ഞങ്ങൾ നിൻ്റെ ഇഷ്ടത്തിന് വിടാം. അപ്പം ഇവിടെ കിടക്ക്. നീ ഒന്ന് ഉഷാറാവട്ടെ, ആഹാരമൊക്കെ കഴിച്ച്. ഇല്ലേ നിന്നെ വല്ല പൂച്ചയോ കാക്കയോ വല്ലതും പിടിക്കും കേട്ടോ. ഇല്ല മണിക്കുട്ടൻ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. അവൻ ഇവിടുന്ന് പോകുന്നില്ല. നീ കൂടിൻ്റെ മേളിൽ തന്നെ ഇരിക്കുക. എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? അവിടത്തുനിന്ന് കുടിക്കുന്നുണ്ട് വെള്ളം കേട്ടോ. അത് മൊത്തം അതിനകത്ത് കൊണ്ട് കുളിച്ച് വെച്ചിരിക്കുക. അതെ, കുറച്ചുകൂടെ അടുത്ത് തന്നെ കുളിപ്പിക്കാൻ. അയ്യോ ഫുഡ് മൊത്തം ഇതിനകത്താ. വാങ്ങിക്കാത്തോ? അല്ല ഈ വെള്ളത്തില്. ആണോ? കാറ്റ് ഫുഡ് മൊത്തം. അതിനകത്ത് കൊണ്ടിട്ടിട്ടേ അത് കുതിർത്ത് കഴിക്കാനായിരിക്കും പുള്ളി. കുളിക്കുവാന്നോടാ നീ? കുളിക്കാൻ അടുത്തോട്ട് വരുന്നുണ്ടോ? അല്ലെങ്കിൽ വരത്തില്ല ഈയിടെയായിട്ട് അടുത്തോട്ട്. കമൻ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ നിന്നെ പറ്റി. മണിക്കുട്ട ഇപ്പം എന്താ അമ്മ അടുത്ത് വരാത്തെന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഓ ചെറുതടിക്കുന്നുണ്ടോ? ചൂടത്ത് അതാ കേട്ടോ വന്നിരുന്നേ. വായൊക്കെ തുറന്ന് വിളിച്ച് ചൂട് കൊണ്ടാ കുളിക്കാൻ വേണ്ടി വന്നിരുന്ന കേട്ടോ. മതി. ഇനിയിപ്പോൾ മറ്റുള്ളവരെയൊക്കെ കുളിപ്പിക്കണ്ടേ? ഇപ്പം 2 പേരെ കുളിപ്പിച്ചു. ഇനി അല്ലിക്കുട്ടനുണ്ട്, ഇവാൻകുട്ടനുണ്ട്, കുഞ്ഞനുണ്ട്. ഇവാൻകുട്ടനെയൊക്കെ കുളിപ്പിക്കണം. മതിയോ? ഞാൻ നാളിച്ചിരി മീൻ കൊടുക്കുവാണേ. പിന്നെ നമ്മുടെ പുഴമീൻ കിട്ടിയില്ല, തിന്നുന്നുണ്ടേ. കടൽ മീനാണ് കിട്ടിയത്. എന്തായാലും അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 10-12 പീസ് കഴിച്ചു. കുഞ്ഞു പീസാണെങ്കിലും 10-12 കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടെ കൊടുക്കാം നമുക്ക്. ചൂടെ കൊടുക്കുന്നു. വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മതിയായോ? കുറേ തിന്നു കേട്ടോ. അത് തിന്നു. 2 പീസ് കൂടെ കൊടു. ഞാൻ വെള്ളം സിറിഞ്ച് എടുത്തോണ്ട് വരാം. ഇപ്പം ഉഷാറായിട്ടുണ്ട് ആള്. പഴയിലൊക്കെ കുട്ടനാട്ടിൽ നല്ല വെള്ളമുള്ള സ്ഥലത്തേ കൊണ്ട് വിടത്തുള്ളൂ. മതിയോ? മിടുക്കൻ. പിന്നെ കൊടുക്കാൻ ഇപ്പൊ കണ്ട തുള്ളി ഒഴിക്കണം. കണ്ണിൽ മരുന്ന്. കണ്ണിൽ ഡോക്ടറെ കാണിച്ചേ. ഡോക്ടർ ഒരു മരുന്ന് വന്ന് കണ്ണിൽ ഒഴിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ഒഴിക്കാം, ഒരു തുള്ളി ഒഴിക്കാം. പിടിച്ചോണേ. കണ്ണി മരുന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഞങ്ങൾ. കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒന്ന് ഒഴിച്ചു, ഇനി ഒന്നുകൂടെ ഒഴിക്കട്ടെ. എന്താന്നാ പറഞ്ഞേ? ഇത് ചാരക്കൊക്കോ അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞേ? ചാരക്കൊക്കെന്നാ പറഞ്ഞേ. ഇത് കുറച്ച് വളരും. ഇതിപ്പോൾ അത്ര വലിപ്പം ഇല്ല ഇതിന്. ഇനി ഇച്ചിരി വെള്ളം കൂടെ കുടിക്കും. ഇത്രയും മീൻ തിന്നാലേ, ഇച്ചിരി വെള്ളം കൂടെ കുടിക്കും. ഇനി പിന്നെ മീൻ തരാം കേട്ടോ. ഇതാണ് മരുന്ന് അവന് കണ്ണിലൊഴിക്കാൻ തന്നത്. ഉണ്ടോ? നേരത്തെ ഒഴിച്ചാൽ ഞാൻ പിടിക്കാം. ഇത് ഒഴിക്കേ. ഈ സൈഡ് 2 സൈഡിലും ഒഴിച്ചു. 2 കണ്ണിലും ഒഴിച്ചു. വേണോ? ഈ കണ്ണിൽ ആ പാടയാ പോയത് കേട്ടോ. ഇവരുടെ ലെൻസിന് പ്രൊട്ടക്ഷനായിട്ട് ഒരു ലെയർ ഉണ്ട് കേട്ടോ, വെള്ളം. ആ ലെയറായി ഈ കണ്ണിൻ്റെ പോയി. വീണോ?
അപ്പോൾ അവളെ പിന്നെ ഇനി കൂട്ടിനകത്ത് കൊണ്ട് ഇടാൻ പോവാം. നോക്കട്ടെ, നാളെയോ മറ്റന്നാളോ 2 ദിവസത്തിനകത്ത് അവളൊന്ന് ആക്റ്റീവായി കഴിയുമ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു പാടമുണ്ട്, ആ പാടത്തെങ്ങാനും കൊണ്ട് നമുക്ക് ഇവിടെ അടുത്ത് പാടമൊന്നുമില്ല. പിന്നെ അവളെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ കണ്ണിൻ്റെയൊക്കെ പ്രശ്നം 2 നേരം മരുന്ന് ഒഴിച്ചു, ഡോക്ടറെ കാണിച്ചു. മറ്റേ എന്തോ ചാരക്കൊക്കാന്ന് ആ ഡോക്ടർ പറഞ്ഞു, അതിൻ്റെ കുഞ്ഞാണ്. ഇതിവിടെ എങ്ങനെ വന്നെന്ന് അറിയത്തില്ല, ഇവിടെ കണ്ടോ അങ്ങനെ പാടങ്ങളൊന്നും ഇല്ല ഇവിടെ, എങ്ങനെ വന്നെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ വേണ്ടേ മറ്റേ എന്തായിട്ട് പേര് തീയലൊക്കെ വെച്ചു. കശുവണ്ടി അതിൻ്റെ കൂടെ മുരിങ്ങക്കായും ഉള്ളി പിന്നെ ഒരു വഴുതനങ്ങയും കൂടി ഇട്ടിട്ടുണ്ടേ. ഇന്ന് ഇവിടെ മറ്റേ കിളിക്കുഞ്ഞിന്റെ പറയായിരുന്നു, ഒന്നും നടന്നില്ലെന്നേ. ഇപ്പഴാ ഞാൻ ഇപ്പഴായത് വെച്ച് കഴിഞ്ഞത് ഫ്രീ ആയത്. അതിനെ വീണ്ടും കുളിപ്പിച്ച് കണ്ണി മരുന്ന് ഒഴിച്ച് മീനും കൊടുത്ത് ഒക്കെ വന്നപ്പോഴത്തേനും സമയം ഒത്തിരി പോയി. വേറെ കൂട്ടാനൊന്നുമില്ല, ഇതേ ഉള്ളൂ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും ഒഴിക്കാനും ഒക്കെ. അവന്റെ പുറകെ ആയതുകൊണ്ട് ഒന്നും നടന്നില്ല. ഓക്കെ.